ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റിയാണ്. അതിന്റെ സാധ്യതകൾ, അത് എങ്ങനെയുള്ളവരാണ് അപ്ലൈ ചെയ്യേണ്ടത്, പ്രൊഫഷണൽസ്, ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ജനറൽ വർക്കേഴ്സ്, അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും പോകണം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ്. അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ മൈഗ്രേഷൻ സിസ്റ്റം പോലെ തന്നെ അത്രത്തോളം സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഒരു പ്രൊഫഷണൽ, അതായത് ഒരു നോൺ യൂറോപ്യൻ പ്രൊഫഷണലിന് ജർമ്മനിയിൽ, നമസ്കാരം, ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ ജർമ്മനിയിലേക്ക് സ്വാഗതം. ഒപ്പം ആംഷന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. പറക്കാം സ്വപ്ന രാജ്യത്തിന്റെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റിയാണ്. അതിന്റെ സാധ്യതകൾ, അത് എങ്ങനെയുള്ളവരാണ് അപ്ലൈ ചെയ്യേണ്ടത്, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ ആംസ്റ്ററിൽ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ പ്രോസസ്സിങ്ങും എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് ജർമ്മനിയിൽ നിന്നുള്ള റിക്രൂട്ടേഴ്സും ഒക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ജർമ്മനിലേക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ, അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന പ്രോഗ്രാമിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽസ്, ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ജനറൽ വർക്കേഴ്സ്, അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും പോകണം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ്. പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് കാനഡയിലേക്കുള്ള അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ മൈഗ്രേഷൻ സിസ്റ്റം പോലെ തന്നെ അത്രത്തോളം സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ്. അതേപോലെ സീരിയസ് ആയിട്ട് തന്നെയാണ് ജർമ്മൻ ഇമിഗ്രേഷൻ ഈ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെയധികം സക്സസ് ആയി ധാരാളം മലയാളികൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ ജർമ്മൻ റിക്രൂട്ടേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്താണ് ആംസ്റ്റർ ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിൽ അതിൻ്റെ കൗൺസിലിങ്ങിന് തീർച്ചയായും ആംസ്റ്ററുമായിട്ട് ബന്ധപ്പെടുക. ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇതിന്റെ സാധ്യതകളെ പറ്റിയൊക്കെയാണ്. ഇനി എന്താണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒരു പ്രൊഫഷണലിന്, അതായത് ഒരു നോൺ യൂറോപ്യൻ പ്രൊഫഷണലിന് ജർമ്മനിയിൽ റെസിഡന്റ് ആയി എത്തി ഒരു ജോലി കണ്ടെത്താനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ്. ഇത് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. മിനിമം ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് ഉള്ള യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഡിഗ്രി കഴിഞ്ഞ് റെലവൻ്റ് ആയ എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽസ്, ഇതെവരെയാണ് നമ്മൾ പ്രൊഫഷണൽസ് എന്ന് വിളിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ്. ഒരു വർഷത്തേക്കാണ് ഈ ഷാൻസിക്കാറ്റ്, അതായത് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് ലഭിക്കുക ഒരു പ്രൊഫഷണലിന്. അവർക്ക് ജർമ്മനിയിലെത്തി ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൽ നിന്നുകൊണ്ട് ഒരു ജോലി കണ്ടെത്താം. ഈ ജോലി കണ്ടെത്തുന്ന സമയത്ത് ആ ജോലി ഒരു 2 വീക്സ് ട്രയൽ ജോലിയായിട്ടും അവർക്ക് കാണാം. അതായത് ഒരു കമ്പനിയിൽ കയറുന്നു, അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് ആ ജോലി ഫുൾ ടൈം ജോലി അല്ലെങ്കിൽ അവർക്ക് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ജോലി അവർക്ക് അനുയോജ്യമാണോ എന്ന് സ്വയം വിലയിരുത്തുന്ന ഒരു 2 വീക്സ് ട്രയൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ജോലി കണ്ടെത്താനുള്ള സമയത്ത് ഒരു വർഷത്തോളം അവർക്ക് അവരുടെ ജോബ് കണ്ടെത്താനുള്ള സാഹചര്യമുണ്ട്. ആ കണ്ടെത്തുന്ന സമയത്ത് പ്രൊഫഷണൽസിന് 20 hours വീക്കിലി പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള അവസരവും ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൽ ജർമ്മൻ ഇമിഗ്രേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സർവൈവൽ ജോബായിട്ട് അതിനെ കാണാം. ഇത് ജർമ്മന്റെ ജോബ് സീക്കർ വീസ തന്നെയാണ്. അതിനെ കുറേശ്ശൂടെ മോഡിഫൈ ചെയ്തിട്ടാണ് ഇത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്ന വളരെ ബൃഹത്തായ രീതിയിൽ അവരിത് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം ധാരാളം ഇന്ത്യക്കാർ അല്ലെങ്കിൽ മലയാളികൾ അത് സ്വീകരിച്ചു. അതിന്റെ പ്രോസസ്സിംഗിലാണ്. അതുപോലെ തന്നെ സക്സസ് ആയി ധാരാളം പേര് ജർമ്മനിയിലേക്ക് പോകുന്നുമുണ്ട്. ഹൗ ടു അപ്ലൈ ഫോർ ദിസ് പ്രോഗ്രാം? ഇതൊരു പോയിന്റ് ബേസ് സിസ്റ്റമാണ്. പോയിന്റ് ബേസ് സിസ്റ്റം കാനഡ ഗവൺമെന്റ് പെർമനന്റ് റെസിഡൻസി PR വേണ്ടി അല്ലെങ്കിൽ ഇമിഗ്രേഷന് വേണ്ടി ഫോളോ ചെയ്യുന്ന ഒരു പോയിന്റ് സിസ്റ്റം ഉണ്ട്. CRS പോയിന്റ്സ്. അതേപോലെ തന്നെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് 491 ഇതിനൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു പ്രോഗ്രാം, അതായത് പോയിന്റ് സിസ്റ്റം ഉണ്ട്. അതേപോലെ തന്നെ ഒരു പോയിന്റ് ബേസ് സിസ്റ്റത്തിലൂടെയാണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബേസ്, ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ പോയിന്റ് എന്ന് നോക്കുന്നത് ഒരു ബാച്ചുലർ ഡിഗ്രി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ദാറ്റ് മസ്റ്റ് ബി റിലവൻറ്റ്, ഒരു ബാച്ചുലർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അല്ലെങ്കിൽ ഒരു വൊക്കേഷണൽ ഡിഗ്രി, അതിന്റെ റിലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു BTech കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ്
കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ ഷോർട്ട് IT പ്രൊഫഷണലാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് സെയിൽസ് ആൻഡ് മാർക്കറ്റിൽ ആയിരിക്കുന്ന ഒരാൾ ഓപ്പർച്യൂണിറ്റി കാർഡിന് യോഗ്യരല്ല എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഇറലവന്റ് എക്സ്പീരിയൻസ് എന്ന് പറയാം. ഇതിന്റെ സാധ്യതകളൊക്കെ ഉണ്ടോ എന്ന് ജർമ്മൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ലോയേഴ്സുമായിട്ടൊക്കെ അറ്റോർണിയുമായിട്ട് നിങ്ങൾ ഒന്നുകൂടെ തിരക്കാം. പക്ഷെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ത്രൂ അറ്റോർണീസ്, റിക്രൂട്ടേഴ്സ്, റിലവന്റ് എക്സ്പീരിയൻസ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ ലാംഗ്വേജ് സ്കില്ല് A1, ജർമ്മനിൽ ബേസിക് A1 ഉണ്ടായിരിക്കുക. അത് A1, A2, B1, B2 ലെവലൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ മാൻഡേറ്ററി അല്ല, നിർബന്ധമല്ല. A1 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ജർമ്മൻ, അതായത് ബേസിക് ജർമ്മൻ സ്കില്ല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഇനി ജർമ്മൻ അല്ല നിങ്ങൾ താല്പര്യപ്പെടുന്നത്, ഇംഗ്ലീഷ് സ്കില്ലാണ്, B2 ലെവൽ, IELTS എക്സാം ഒരു 7+ സ്കോർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും മൈഗ്രേഷൻ പ്രോഗ്രാമിന് നിങ്ങളുടെ കയ്യിൽ IELTS എക്സാം സ്കോർ കാർഡ് ഉണ്ട്. ഇറ്റ്സ് ഓവറോൾ 7.5, 7 എബോവ് ആണ് ഇൻഡിവിജ്വൽ സ്കോർ എങ്കിൽ യു ക്യാൻ അപ്ലൈ വിത്തൗട്ട് എ ജർമ്മൻ ലാംഗ്വേജ്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇനി ഫിനാൻഷ്യൽ കപ്പാസിറ്റി, ഇമിഗ്രേഷന് വേണ്ടി നിങ്ങൾക്കൊരു ബ്ലോക്ക് അക്കൗണ്ട് വേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പോൺസർ വേണം. ഫിനാൻഷ്യലി നിങ്ങൾ, അതായത് ഈ ഒരു ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻവൈറ്റഡ് ഇമിഗ്രേറ്റ്. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് ഗവൺമെന്റ് അവിടെ എത്തിച്ച ശേഷം നിങ്ങൾ ജോലി കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിൽ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, അത്യാവശ്യം സാമ്പത്തിക ബ്ലോക്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ നിങ്ങൾക്ക് ഇതിനുവേണ്ടി ശ്രമിക്കാവൂ. കടമെടുത്ത് ഉള്ള ജോലി കളഞ്ഞ് ഒന്നും ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് വന്നു എളുപ്പമാണെന്ന് പറഞ്ഞിറങ്ങി തിരിക്കരുത്. അത്യാവശ്യം ഫിനാൻഷ്യൽ കാനഡ ഇമിഗ്രേഷൻ പോലെ തന്നെ ഈക്വൽ ടു കാനഡ ഇമിഗ്രേഷൻ, കാനഡയിലേക്ക് മൈഗ്രേറ്റ് ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഫിനാൻഷ്യലി അത്യാവശ്യം കേപ്പബിൾ ആണ്. ഞാൻ പറഞ്ഞത് സാമ്പത്തികമായി ഉന്നതി നിൽക്കുന്ന ആളെന്നല്ല, അതിന്റെ ഇമിഗ്രേഷന്റെ ചെലവുകൾ ഗവൺമെന്റ് പറയുന്ന മാനദണ്ഡ പ്രകാരം അത് കാണിക്കുന്നതിന് അവര് യോഗ്യരായവരാണ് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. സോ പ്ലീസ്, യൂറോപ്പിലെ പോലെ, മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ ഷെർഗൻ രാജ്യത്തിലേക്ക് വർക്ക് പെർമിറ്റ് കിട്ടുന്ന പോലെ വളരെ ഈസി ആയിട്ട് ഏജൻസി ഫീസ് അടച്ചു പോകുന്ന സിസ്റ്റം അല്ല. റിമൈൻഡിങ് യു, ഇതൊരു പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റമാണ്. പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം ഇതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഈ കാനഡ ഇമിഗ്രേഷനെ പോലെ ഈ പറയുന്ന ജർമ്മനിയും ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.